എന്താ കരിങ്കല് കെട്ടി തൂക്കിട്ട് ചേട്ടാ സിഗരറ്റ്. എത്ര വയസ്സായി? വയസ്സോ? 18 വയസ്സ് കഴിഞ്ഞാ? 18 വയസ്സൊക്കെ കഴിഞ്ഞ്. 18 വയസ്സ് കഴിഞ്ഞ് താഴെയാണെങ്കിൽ സിഗരറ്റ് കൊടുക്കാൻ പറ്റും, സർക്കാരിന്റെ ഉത്തരവുണ്ട്. 18 വയസ്സ് കഴിഞ്ഞിട്ട് 18 കൊല്ലം കഴിഞ്ഞു. ശരിയല്ല, മോളിൽ എന്തെങ്കിലും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ബിൽസ് ചേട്ടാ? ബിൽസ് ഒരെണ്ണം എത്ര? 250. 250? എന്നാ ഒരു 50 250 കറക്റ്റ് ആയില്ലേ? അപ്പൊ ഒരു 350 കൊടുത്തു. 350? ആദ്യം പറഞ്ഞ 250 എന്ന് പറഞ്ഞാൽ ഞാൻ 250 തന്നില്ല. എന്നാ ഒരു 50 കൂടി, ഇപ്പൊ 350 ആയില്ലേ? ഇയാൾ എന്തീ പറഞ്ഞത്? ഇവിടെ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ആദ്യം താൻ 250 ചോദിച്ചു, 250 തന്നു, പിന്നെ ഒരു 50 കൂടി തന്നില്ല, ഇപ്പൊ 350 ആയില്ലേ? എനിക്ക് മനസ്സിലായില്ല കാര്യം പറ. പൊന്നു മോനെ, ഇതാണ് ഈ പറഞ്ഞ പിള്ളേർക്ക് കൊടുക്കാൻ പാടില്ലെന്ന്. എന്റെ പൊന്നു മോനെ, ഒരു ബിൽസിന്റെ വില 2 രൂപ 50 പൈസയാണ്. എന്നാൽ ആദ്യം അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല 2 രൂപ 50 പൈസ. ആദ്യം പറയാൻ ഇപ്പൊ പറയാൻ പറ്റും. എന്റെ കയ്യിൽ ഇനി ബാക്കി 1 രൂപ കൂടി ഉള്ളൂ. അത് വണ്ടിക്കാശാണ്. എന്തെങ്കിലും കുറയും. അല്ലാട്ട് ഇത് വണ്ടിക്കുള്ള കാശുള്ളൂ. ഇനി 2.5 രൂപയുടെ സാധനം നോക്കിയേ. ഇത് വലിച്ചു കഴിഞ്ഞാൽ പുക മാത്രമല്ലേ കിട്ടുള്ളൂ. ഇതെന്താ കുത്തി വരച്ചിട്ടാണ് ഇതിന് മുഴുവനും? തീ കൊടുക്കാൻ പാടില്ല. ഓ, ഇവിടെ മാത്രമല്ലേ തീ കൊടുക്കാൻ പാടില്ലെന്നുള്ളൂ. ആ തമിഴ്നാട്ടിലേക്ക് കാണിച്ചല്ലേ ബസ്സിന് വരെ തീ കൊടുക്കണം. പണ്ട് 50 പൈസ ഉണ്ടായിരുന്ന സാധനമാണ്, ഇപ്പൊ 2.5 രൂപയായി. എന്നാൽ ഈ വില കൂടി അനുസരിച്ച് പുക കൂടിയാ. അതുമില്ല. എന്നോ കണ്ടു പരിചയമുണ്ടല്ലോ എന്നെ? കാണാൻ വഴിയില്ല. ജോസ്പേറിന്റെ മോനാണോ? അല്ല, ഞാൻ വർഗീസിന്റെ മോനാ. അത് തന്നെ, വർഗീസിന്റെ മോൻ. ജോസ്പേറിന്റെ മോൻ സിഗരറ്റ് വലിക്കില്ല, എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഗൾഫിലാണോ? ഇല്ല, ഞാൻ ഒറ്റ മോനാ. ഒറ്റ മോനോ? അത് തന്നെ ഞാൻ പറഞ്ഞത്. ചേച്ചിനെ എവിടെയെങ്കിലും കെട്ടിച്ചിട്ടുണ്ടോ? ചേട്ടാ കിട്ടും ചേട്ടാ. കെട്ടുവാണ്ട് ബീഡിയല്ലോ, ബീഡിക്കാണല്ലോ കെട്ടുള്ളത്. അല്ല ചേട്ടാ, അത് തീ പോവും. ഓ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും കണ്ട് പരിചയമുണ്ടെന്ന്? ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ്. ഇപ്പൊ പിടികിട്ടി. ഒരാളെ പോലെ 6 പേരുണ്ട് ലോകത്തിൽ. എന്റെ പൊന്ന്, അതിൽ ഒരാളായിരിക്കും താൻ. അല്ല ചേട്ടാ, ഞാൻ ഒരാളുള്ളൂ. എന്റെ അപ്പൻ ഇങ്ങനെ യാത്ര ചെയ്യണ കൂട്ടത്തിലല്ലായിരുന്നു. ചേട്ടനാ തീങ്ങുന്നത്. ശരി, ഒരു സെക്കൻഡ്. അല്ല, ബോംബെയിൽ വെച്ചായിരിക്കും. ബോംബെയിൽ ഞാൻ പോയിട്ടില്ല. ബോംബെയിൽ ഞാനും പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ്? അപ്പൊ വേറെ 2 പേരായിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, താനിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ തണ്ണാക്കിലേക്ക് നോക്കി. തന്റെ അപ്പനിപ്പോ എന്ത് ചെയ്യുന്നു? എന്റെ അപ്പൻ തന്റെ അമ്മേനെ കൊണ്ട് പോയി. ഞാൻ പറഞ്ഞു താനൊന്നും പറയാൻ എന്താ 5000 മേടിച്ചിട്ട് അഡ്വാൻസ് തിരിച്ചു. കച്ചവടം നഷ്ടത്തില്ല, പിന്നെ ഞാൻ അങ്ങനെ അഡ്വാൻസ് പൈസ നിങ്ങളെ പറഞ്ഞ കാര്യമൊന്നുമില്ല. 5000 രൂപ പണം കൂടി എന്റെ എണ്ണി മേടിച്ചാണ്. ഒരു പൈസ 5000 എനിക്ക് തിരിച്ചു തരണം. ഒരു പൈസ കൂടെ തിരിച്ചു തരണം. അത് ശരി, എന്നെ തല്ലിക്കാൻ കൊണ്ടുവന്ന കൊല്ല ആളെ. തല്ലിക്കാൻ കൊണ്ടുവന്നാലേ പിന്നെ അഡ്വാൻസ് മേടിച്ചാണ് 5000 രൂപ. അഡ്വാൻസ് മേടിച്ച 5000 രൂപ ആണല്ലോ. കച്ചവടം ഉറക്കാത്ത നിനക്ക് അഡ്വാൻസ് തിരിച്ചു തരണം. കച്ചവടം നടത്താൻ പിന്നെ ഞാൻ അങ്ങനെ അഡ്വാൻസ് തിരിച്ചരുത്. ഇവിടെ ഞങ്ങളൊന്ന് മാറി നിൽക്കും. ഞങ്ങൾ ഒരു പ്രശ്നം സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്താ പ്രശ്നം? പൈസ വല്ലതും വേണോ? പിന്നെ എന്താ പ്രശ്നം? വണ്ടിക്കൂലി പോയോ? പിന്നെ എന്താ പ്രശ്നം? മാറി നിൽക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണക്കും കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ ഇനി വന്നൊരു കാര്യം വന്നേ. അങ്ങനെയാണെങ്കിൽ എന്റെ കടം മേടിച്ച പൈസ തിരിച്ചത്. അപ്പൊ എന്റെ 200 രൂപ വിലയില്ലേ? എന്റെ 200 ബാക്കി രൂപ ബാക്കി 4800. 4800 ആ പൈസക്ക് തിരിച്ചു തന്നാൽ മതി. നിങ്ങൾ കോംപ്രമൈസ് ആയില്ലേ? ഇനി എന്റെ എന്താ കേട്ടു കമ്മീഷനോ? ഒന്ന് പോടാ. അയ്യേ, കണ്ടാൽ എന്ത് മാന്യൻ. ഞാൻ ഇതെന്ത് പണ്ടത്? ഈ നാട്ടിൽ തീ പുകയൊന്നുമില്ലേ? വന്നോനും പോണോനൊക്കെ എന്റെ അടുത്ത് തീ വയ്ക്കണത്. ഞാൻ എന്താ ഫയർ എഞ്ചിനാ? ഏതായാലും ഇനി ഇവിടെ നിന്ന് വലിച്ച ശരിയാവില്ല. ഇനി ഇത് ഒരുത്തനും കൊടുക്കുന്ന പ്രശ്നമില്ല. എന്തിത്? എടാ മൊട്ടയെന്ന് പറഞ്ഞില്ല, അതിന് സിഗരറ്റ് വഹിക്കണ. എടാ കൂമ്പുപാടി പോടാ. പിടിച്ചാലും വലുതാണ് ആളയിലിരിക്കണ. എന്നാ വേഗം കത്തിച്ചിട്ട് പുകയെടുത്തിട്ട് 2 എണ്ണം താ. അയ്യോ, അച്ഛൻ എന്നെ കടയിൽ പറഞ്ഞു വിട്ടല്ലേ നീ? എന്താ കയ്യിരിക്കുന്നെന്താ? സിഗരറ്റാ? ആരാ? ഞാനിവിടെ വെറുതെ നിന്നേച്ചപ്പോ എന്റെ അടുത്ത് സിഗരറ്റ് വലിച്ചോ കൂമ്പുപാടി കിട്ടുമെന്ന് പറഞ്ഞു. കൂമ്പുപാടി കിട്ടും പറഞ്ഞു? അത് ഞാൻ പറഞ്ഞു, കൂമ്പുപാടി പോകുന്നു ഞാൻ പറഞ്ഞു. മുട്ട തരാത്ത പിള്ളേർക്ക് സിഗരറ്റ് മേടിച്ചു കൊടുക്കും അല്ലേ? പുകവലി ശരീരത്തിന് ഹാനികരമാണെന്ന് ആ കടക്കാരൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസമായി. പുകവലി ശരീരത്തിന് ഹാനികരം തന്നെ.